നമസ്കാരം. കണ്ണനെ കണ്ടു സഖി, കാർവർണ്ണനെ കണ്ടു സഖി. പ്രിയദർശൻ സംവിധാനം ചെയ്ത പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമയിൽ ചുനക്കര രാമൻകുട്ടി എഴുതി MG രാധാകൃഷ്ണൻ സംഗീതം നൽകി MG ശ്രീകുമാർ പാടിയ ഒരു പാട്ടാണ്. ഇപ്പോഴെന്താണ് ഇവിടെ ഈ പാട്ടിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇന്നലെ CPI അവരുടെ വിവിധ നിയമസഭാ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ അടൂരിൽ വന്ന പ്രിജി കണ്ണൻ എന്ന സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുകയാണ്. പ്രിജി കണ്ണനാണോ പ്രിജി ശശിധരനാണോ എന്നുള്ളതാണ് പ്രശ്നം. പ്രിജി കണ്ണൻ എന്നുള്ള പേര് കണ്ടതോടെ അവിടുത്തെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാം ചേർന്ന് ആ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അവർ പറയുന്നത്, ആദ്യം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അടൂരിലെ CPI സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയുടെ പേര് പ്രിജി ശശിധരൻ എന്നാണ്. എന്നാൽ അല്പം കഴിയുന്നതിന് മുമ്പ് ഇത് പ്രിജി കണ്ണനായി മാറുന്നു. കഴിഞ്ഞ തവണ അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിനെ പരാജയത്തിൻ്റെ വക്കിലെത്തിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന അന്തരിച്ച MG കണ്ണൻ. MG കണ്ണൻ അന്ന് ചിറ്റയം ഗോപകുമാറിനെതിരെ ശക്തമായ പ്രതിരോധമാണ് തീർത്തത്. 2 വർഷം തുടർച്ചയായി ജയിച്ചു വന്ന CPIയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്ന ചിറ്റയത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കണ്ണൻ്റെ പ്രകടനം. അതിനുശേഷം കണ്ണൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടെയാണ് ആകസ്മികമായി കഴിഞ്ഞ വർഷം അന്തരിച്ചത്. അപ്പോൾ കണ്ണൻ്റെ പേരാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ അടുത്തപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവൻ സംസാരിക്കുന്ന ഒരു പേര് MG കണ്ണൻ്റെയാണ്. MG കണ്ണൻ ആയിരുന്നെങ്കിൽ അടൂരിൽ കോൺഗ്രസ് ഈസിയായി ജയിക്കുമെന്നാണ്. ചിറ്റയത്തിനെ ടേമിൻ്റെ പേരിൽ മാറ്റി നിർത്തി 3 വർഷം 3 തവണ അടുപ്പിച്ച് വിജയിച്ച ചിറ്റയം ഗോപകുമാർ, അദ്ദേഹം കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി സ്പീക്കറുമായി. ഇത്തവണ ചിറ്റയത്തിന് ഇളവ് അനുവദിക്കും എന്നൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരാമർശം പല ഭാഗത്തു നിന്ന് കേട്ടു. ചിറ്റയം പോലും അക്കാര്യത്തിലൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നതാണ്. എന്നാൽ CPIയുടെ സംസ്ഥാന നേതൃത്വം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. പുതുമുഖമായിട്ടുള്ള പ്രിജി ശശിധരൻ അഥവാ പ്രിജി കണ്ണൻ എന്ന സ്ഥാനാർത്ഥിയെ അവിടേക്ക് പ്രഖ്യാപിച്ചു. അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ തന്നെ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളവരും കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരും ഈ പ്രിജി കണ്ണനെതിരെ രംഗത്ത് വന്നത്. MG കണ്ണൻ്റെ ഭാര്യയാണെന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയും ആ ലേബലിൽ വോട്ട് പിടിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രിജി കണ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്, പ്രിജി ശശിധരൻ എന്ന പ്രിജി കണ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നായിരുന്നു ഇവരുടെ എല്ലാം വാദം. ഇപ്പം നമുക്കറിയാം, കോൺഗ്രസിലെ ഏറ്റവും പുതിയ സെൻസേഷനായി മാറിയിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് FBയിൽ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിവാദം കത്തിപ്പടരുകയാണ്. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ്സുകാരെല്ലാം പ്രിജി കണ്ണനെ എതിർത്തുകൊണ്ട് പോസ്റ്റുകൾ ഇടുമ്പോൾ, പ്രിജി കണ്ണൻ എന്ന പേരിൽ ഒരു കുഴപ്പവുമില്ല, അവരുടെ ഭർത്താവിൻ്റെ പേരാണ്. AISF നേതാവായിട്ടുള്ള U കണ്ണൻ്റെ ഭാര്യയാണ് കൊല്ലം ജില്ലാക്കാരിയായിട്ടുള്ള പ്രിജി എന്നാണ് അവർ പറയുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അടൂർ നിയോജക മണ്ഡലത്തിലെ CPIയുടെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതായി കണ്ടു. അവർ 2020-25 കാലത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോഴും 3 മാസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് കൊല്ലം കരീപ്ര പഞ്ചായത്തിലെ വാർഡിൽ തോറ്റപ്പോഴും കുറച്ച് നിമിഷം മുമ്പ് വരെയും സ്വന്തം ഫേസ്ബുക്ക് പ്രൊഫൈലിലും അവരുടെ പേരിൻ്റെ കൂടെ ശശിധരൻ ആയിരുന്നു, കണ്ണൻ ഇല്ലായിരുന്നു. അടൂരിൻ്റെ ജനനേതാവ് MG കണ്ണൻ്റെ ഭാര്യയാണ് അവർ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ഈ പേര് മാറ്റമെങ്കിൽ പത്തനംതിട്ടയിലെ CPI നേതൃത്വത്തിന് തെറ്റി. MG കണ്ണനെ അടൂരിലെ ജനത ഹൃദയത്തിൽ സ്വീകരിച്ചതാണ്. MG കണ്ണൻ കോൺഗ്രസ്സുകാരനാണ്, രാഷ്ട്രീയ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരുപാട് ഹൃദയബന്ധങ്ങളുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഭാര്യയുടെ പേര് സജിത എന്നാണ്, സജിത കണ്ണൻ എന്നാണ്. ഇത്തരത്തിൽ CPIയുടെയും ഇടതുപക്ഷത്തിൻ്റെയും തരംതാണ രാഷ്ട്രീയ നിലവാരം വ്യക്തമാക്കുന്ന പ്രവർത്തികൾ ഇനിയും തുടരുക. അടൂരിലെ ജനങ്ങൾ, മനുഷ്യർ, രാഷ്ട്രീയ ബോധമുള്ളവർ നിങ്ങളെ വിലയിരുത്തും എന്നാണ് ശ്രീനാദേവിയുടെ പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെയായി ചുവട്ടിലായി ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരുടെ കമൻറ്റുകൾ ധാരാളമുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരുടെ കമൻറ്റുകളും ധാരാളമുണ്ട്. ഈ പ്രിജി ശശിധരൻ എന്ന വ്യക്തി അടൂരിലെത്തി മത്സരിക്കാൻ നേരം പ്രിജി കണ്ണൻ എന്ന പേര് മാറ്റിയത് എന്ത് ഗൂഢലക്ഷ്യം കൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അതിന് തന്നെ വിശദീകരണമായിട്ട് ഒരുപാട് കമൻറ്റുകൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റിന് അടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടൂരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 3 ടേമായി CPI ആണ് അവിടെ വിജയിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയായ ചിറ്റയം ഗോപകുമാർ 2011 ആദ്യമായി അടൂരിൽ മത്സരിക്കാൻ എത്തുന്നത്. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ പന്തളം സുധാകരനെ പരാജയപ്പെടുത്തി.
2016 കെ ഷാജു ഇപ്പോൾ CPM-ലുള്ള അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ ഷാജുവാണ്. കെ ഷാജുവിനെ പരാജയപ്പെടുത്തിയാണ് ചിറ്റയം ഗോകുമാർ അവിടെ വിജയിച്ചത്. അത് വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം. 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെന്ന് അദ്ദേഹം നേടിയത്. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞ 2021 ആദ്യമായി ചിറ്റയം ഗോപകുമാർ ഒരു വെല്ലുവിളി നേരിടുന്നത്. കേരളം ഒന്നടങ്ക് LDF-നൊപ്പം നിൽക്കുമ്പോൾ, പത്തനംതിട്ട ജില്ല ഒന്നടങ്ക് LDF-നൊപ്പം നിൽക്കുമ്പോൾ MG കണ്ണൻ എന്ന യുവ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തി. ഏതാണ്ട് 2000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ചിറ്റയം ഗോപകുമാറിന് വിജയിക്കാനായത്. അതിന് കാരണമായത് കോൺഗ്രസിലെ തന്നെ പടലപ്പിണക്കമാണ്. MG കണ്ണൻ വളരെ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ചിറ്റയത്തിന് ഒത്ത എതിരാളിയായി മുന്നോട്ട് വന്നു. അതായത് 25,000 വോട്ടിന് പിറകിൽ നിന്ന ആ മണ്ഡലത്തിൽ ഏകദേശം 2,000 വോട്ടിന് ചിറ്റയത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കണ്ണൻ എത്തിച്ചേർന്നു. ഇത്തവണ ഈ സീറ്റിന് വേണ്ടി അദ്ദേഹം അടൂർ സീറ്റ് ഉറപ്പിച്ച് തന്നെ അദ്ദേഹം അവിടെ നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആകസ്മികമായി അദ്ദേഹം മരണപ്പെടുന്നത്. അതിനുശേഷം MG കണ്ണൻ്റെ ഭാര്യ സജിത അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ ഒരു ശ്രുതി പരക്കുന്നുണ്ട്. അങ്ങനെ ചില അഭ്യൂഹങ്ങളുമുണ്ട്. എന്നാൽ രമ്യ ഹരിദാസിൻ്റെയും പന്തള സുധാകരൻ്റെയൊക്കെ പേര് തന്നെയാണ് അടൂരിൽ പറഞ്ഞു കേൾക്കുന്നത്. അടൂർ മണ്ഡലത്തിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് പ്രിജി കണ്ണൻ വിവാദമുണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രിജി കണ്ണൻ്റെ വരവ് ഒരു 1.5 വരവായിപ്പോയി. ഇത്രയും ജനശ്രദ്ധ നേടിയ ഒരു വരവ് ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രിജി കണ്ണനായി തുടരുമോ അതോ പ്രിജി ശശിധരനായി തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.